മാത്യു വർഗീസ്, മെസ്സി എത്തുക എന്നത് ഓരോ മലയാളിയുടെയും ആഗ്രഹമായിരുന്നു. എല്ലാവരും അതിനുവേണ്ടി കാത്തുനിന്നതാണ്. ഇന്നലെ വരില്ല എന്ന പ്രഖ്യാപനം വന്നു. അതിനുശേഷവും അവർ ശ്രമം തുടരുന്നു എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞിരുന്നത്. പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല എന്ന സൂചനകൾ മന്ത്രി നൽകിയിരുന്നു. ഇന്നിപ്പോൾ മെസ്സിയുടെ വരവ് എന്ന് പറഞ്ഞ് നടന്ന ഈ കോലാഹലങ്ങൾക്ക് പിന്നിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ ഉടലെടുത്തിരിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ അവകാശം ചോദിക്കുന്നു ഈ സ്പോൺസർ എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള കരാറെന്നോ എങ്ങനെയാണ് ഈ നവീകരണത്തിൽ ഏർപ്പെട്ടതെന്നോ ഒന്നുമുള്ള വ്യക്തതയില്ലാത്തൊരു സാഹചര്യം. ഇങ്ങനെയൊക്കെയാണോ സാധാരണ രീതിയിൽ മത്സരങ്ങൾ നടത്തുന്നത്, സ്പോൺസറെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്? താങ്കൾക്ക് എന്താണ് ഈ വിവാദങ്ങൾ, പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സംബന്ധിച്ച വാർത്തകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്? ഞാൻ ഇതില് സർക്കാരിന്റെ കാര്യത്തിലോ ഈ വിവാദത്തിലോ ഒന്നും ഞാൻ പങ്കെടുക്കുന്നില്ല. ഞാനൊരു സ്പോർട്സുകാരൻ, ഒരു മുൻ ഇന്ത്യൻ താരം എന്ന രീതിയിൽ മെസ്സി കേരളത്തിൽ വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പഴയ ഒരു ഇന്ത്യൻ താരം എന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, മെസ്സി അർജന്റീന ടീം അവരുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലോകത്ത് ഉള്ള മൊത്തം ഫാൻസിന്റെ ടോട്ടൽ എടുത്താലും നമ്മൾ ഇന്ത്യയിലുള്ള ഫാൻസ് ആയിരിക്കും അർജന്റീന ടീമിനും മെസ്സിക്കും ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയറും ടീമും ഈ കേരളത്തിൽ വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പൊ നമ്മള് കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയൊരു നിമിഷമാണ് ഇത്. ഈ നിമിഷത്തില് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി നശിപ്പിച്ചു കളയല് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലെ ഓരോ മെസ്സിയെ ഇഷ്ടപ്പെടുന്ന, അർജന്റീന ടീമിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരുപോലെ ഇതിന് സന്തോഷിക്കുന്നുണ്ട് മെസ്സി വരികയാണെങ്കിൽ. പക്ഷെ ഇങ്ങനെ വരാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. ഇതിന്റെ പിന്നിലുള്ള എന്താ വിവാദങ്ങളൊന്നും എനിക്ക് അറിയത്തുമില്ല. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന, ഞാനൊരു ആസ് എ സ്പോർട്സ്മാൻ എന്ന രീതിയിൽ നമുക്കത് കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കണം, സർക്കാർ ശ്രമിക്കണം, മന്ത്രി ശ്രമിക്കണം, നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ മാത്യു വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോ ഫിഫയുടെ അംഗീകാരം ലഭിച്ചില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ വരവ് ഇപ്പോൾ ഉണ്ടാകില്ല എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ 20 ദിവസം മുൻപ് കൊടുക്കേണ്ടതായിരുന്നു. കേരളത്തിന് അത് സമർപ്പിക്കാനായിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശനി ഞായർ എന്ന ഈ കഴിഞ്ഞ 2 ദിവസത്തെ സാധ്യതകൾ കൂടി നോക്കി ഏതെങ്കിലും തരത്തിൽ അപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സാധ്യതകൾ തേടുന്നു എന്നതൊക്കെയാണ് മിനിസ്റ്റർ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെ തിരക്കിട്ടാണോ കാര്യങ്ങൾ നടത്താറ് സാധാരണ? നേരത്തെയും മെസ്സി അർജന്റീനൻ ടീം ഇന്ത്യയിൽ വന്നിട്ടുള്ളതാണ്. സാധാരണ ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ രീതി ഇങ്ങനെയാണ്. ഒരു തീയതി നേരത്തെ നിശ്ചയിക്കുന്നു, പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു, അത് എത്തിക്കുന്നില്ല, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് നൽകാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ സാധാരണ നടക്കാറ്? സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെ തന്നെ നിലനിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ ഉള്ള വ്യക്തികൾക്ക് ഇതുമായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്. അവര് അത് എത്രയും പെട്ടെന്ന് അർജന്റീന ടീമിനെ സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഈ അർജന്റീന ടീമിനെ മെസ്സിയും കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാക്കണം എന്നാണ്. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിപ്പിക്കുമ്പോഴത്തേനുമാണ് പല അഴിമതിക്കും ചാൻസുകൾ കൂടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കരാർ ഉണ്ടോ, കരാറുണ്ടെങ്കിൽ എങ്ങനെ, എന്താണ് തുടങ്ങിയ ദുരൂഹതകളാണ് ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരാറുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇന്നലെ മന്ത്രി പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം. അവിടെ നടക്കണില്ലേ? നോക്കൂ, നിലവിൽ അവിടെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിലാണ്
ഇപ്പം അത് ചെയ്യുന്നത്. അതുകൂടി അത് സത്യത്തിൽ ആരാ അതിനൊക്കെ തയ്യാറാവും? സർക്കാരിൻ്റെ സ്റ്റേഡിയം എന്നാക്കാൻ 10-50 കോടി, 50-ലൊന്നും നിൽക്കാൻ പോകണില്ല അവന്. അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കണം. നമുക്കൊരു ലൈറ്റ് വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു. അദ്ദേഹം ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം നമ്മളെ കൂടെ നിൽക്കുക. ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മൾ മുമ്പിൽ. അതും നമ്മൾ രക്ഷപ്പെട്ടു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ റോണി കെ ബേബി, കോൺഗ്രസ് പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റോണി കെ ബേബി, നോക്കൂ, നിറഞ്ഞ മനസ്സോടെ ഒരു സ്പോൺസർ ആ സ്റ്റേഡിയം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 കോടിയിലൊന്നും നിൽക്കത്തില്ല, അതിലും മേളെ പോകും എന്നാണ് മന്ത്രി പറയുന്നത്. കരാർ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് മന്ത്രി പറയുന്നത് സ്പോൺസർ സ്വന്തം മനസ്സാലെ ചെയ്യുകയാണ്. സർക്കാർ അതിനൊക്കെ പോയാൽ ഒരുപാട് സമയം നഷ്ടം വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ സ്പോൺസർ സ്വന്തം നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു നല്ല മനസ്സുള്ള ആളെയാണോ നിങ്ങൾ സംശയ നിഴലിൽ നിർത്തുന്നത്? സംശയ നിഴലിൽ നിർത്തി കോൺഗ്രസ് ഇപ്പോൾ കരാർ വ്യവസ്ഥകൾ എവിടെ, എന്തിയെ എന്നൊക്കെ ചോദിക്കുന്നത്? കേരളത്തിലെ ജനങ്ങള് വളരെ വൈകാരികമായി വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവം, അതിന് പോലും ഇവിടെ ഒന്ന് രാഷ്ട്രീയമായി അതിനെ കാണുന്നതിൽ, വിമർശിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ആരാണ് ഒരുക്കിയത്? ഇപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇവിടെ വന്നു നിന്നുകൊണ്ട് ഈ സർക്കാരിന്റെ ഈ നടപടികളെ വിമർശിക്കുമ്പോൾ അതിന് വഴിവെച്ചത് സർക്കാർ തന്നെയല്ലേ എന്ന് ഒരു നിമിഷം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് വളരെ വൈകാരികമായി ഉള്ള ഒന്നാണ് അർജന്റീന, അല്ലെ ബ്രസീല്, അതിലെ കളിക്കാര്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഭൂരിപക്ഷം ആളുകളുടെയും വലിയ വൈകാരികമായി കാണുന്ന ഒന്നാണ്. അതിൽ തന്നെ കഴിഞ്ഞ ഫിഫ ലോകകപ്പ് നേടിയ അർജന്റീന, അതിന്റെ പ്രധാനപ്പെട്ട കളിക്കാരനായിട്ടുള്ള മെസ്സി, അവരെയൊക്കെ ഒന്ന് കാണുക, അവരുടെ നാട്ടിൽ വരിക എന്നൊക്കെ വലിയ ഒരു ആവേശം നിറഞ്ഞ കാര്യമാണ്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, നമ്മുടെയൊക്കെ നാട്ടിലുള്ള കൊച്ചു കുട്ടികൾ, 6, 7, 8 വയസ്സുള്ള കുട്ടികൾ പോലും ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം, മെസ്സി വരുമ്പോൾ കാണാനൊരു അവസരം നൽകണം, അല്ലെങ്കിൽ എങ്ങനെയൊരു ടിക്കറ്റ് സംഘടിപ്പിച്ച് തരണമൊക്കെ വലിയ ആവേശത്തോടെ സംസാരിക്കുമ്പോൾ എത്ര പ്രതീക്ഷയോടെയാണ് നമ്മുടെ കേരളം അത് കാത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ എന്ന ഇതിന്റെ സ്പോൺസർ, അതായത് പേരെടുത്ത് പറഞ്ഞതിൽ തന്നെ അതിനകത്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് കരുതുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രി അധികാരത്തിലേറ്റപ്പോൾ ആദ്യം തീരുമാനിച്ചത് അവതാരങ്ങളെയൊക്കെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തും, അവതാരങ്ങളെയും അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പായിട്ടുള്ള സ്പോൺസർമാരെയും. ഇപ്പോൾ എല്ലാത്തിലും ഏതിലും സ്പോൺസർഷിപ്പ് ആണല്ലോ, എന്തിലും ഏതിലും സ്പോൺസറാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആന്റോ അഗസ്റ്റിൻ അവതരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരാളുമായി ഒരു ഡീല് ഉറപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ നൽകുന്ന വാഗ്ദാനം, അല്ലെങ്കിൽ സ്പോൺസർ എന്ന നിലയിൽ അർജന്റീന ടീമിനെ, മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്ന് വാഗ്ദാനം നൽകുമ്പോൾ എന്താണ് അയാളുടെ ഭൂതകാലം എന്ന് പരിശോധിക്കുവാനുള്ള, അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് പരിശോധിക്കുവാനുള്ള ഒരു കഴിവെങ്കിലും സംസ്ഥാന സർക്കാരിന് ഉണ്ടാകേണ്ടിയിരുന്നു എന്നാണ് എനിക്കിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ മാംഗോ ഫോൺ എന്ന് പറയുന്ന വലിയ അഴിമതി നമുക്കറിയാം. കേരളത്തിലെ ജനങ്ങളെ എത്ര സമർത്ഥമായി പറ്റിച്ചതാണ്. 2017 300 കോടി രൂപയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വരാൻ പോകുന്നു. കേരളം ഐടിയുടെ വലിയ ഹബ്ബായി മാറാൻ പോകുന്നു. കേരള സ്മാർട്ട് ഫോണുകളുടെ, ഐഫോണുകളുടെ വലിയ ഹബ്ബായി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മാംഗോ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട്, അതിന്റെ ആരൊക്കെയായിരുന്നു അതിന്റെ ബ്രാൻഡ് അംബാസഡർമാര്? ഒന്ന് സച്ചിൻ തെണ്ടുൽക്കർ, 2 അമിതാഭ് ബച്ചൻ. അവിടെ വെച്ച് മലയാളികളെ പറ്റിച്ചു. ഇതുവരെ ഒരു ഫോൺ പോലും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അതിനു വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് പോലും ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഇത് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ തൊട്ട് തലേ ദിവസം ഇവരെ, ഈ 2 സഹോദരന്മാരെ ഈ ED ഉൾപ്പെടെ, പോലീസ് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതൊന്ന്. 2, മുട്ടിൽ അഴിമതി, മരമുറിയുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തത്. അവിടുത്തെ പാവപ്പെട്ട ആദിവാസികളെയും ഏറ്റവും സാധാരണക്കാരായ ആളുകൾ, അവരുടെ പട്ടയഭൂമി അവരെ പറ്റിച്ചുകൊണ്ട് അവിടുത്തെ വിലപിടിപ്പുള്ള മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിയ വലിയ അഴിമതി. അപ്പോൾ ഒരാളുടെ ക്രെഡിബിലിറ്റി, കാരണം ഇതുപോലെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി മുന്നിൽ വരുമ്പോൾ ഒരാൾ പറയുന്ന അയാളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പകരം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ കേരളത്തിന് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. അദ്ദേഹം എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുന്നത്? കാരണം കഴിഞ്ഞ കുറെ കാലങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് കേൾക്കും ദാ മെസ്സി വരുന്നു, പിന്നെ കേൾക്കും മെസ്സി വരുന്നില്ല.
ഞാൻ ഒരു കാര്യം ഇവിടെ കൃത്യമായി ചോദിക്കട്ടെ, ഏതൊരു തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇമെയിൽ എങ്കിലും ഒന്ന് പുറത്തുവിടാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറാകണമെന്ന് ഞാനിവിടെ ആവശ്യപ്പെടുക, വെല്ലുവിളിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ ഫിഫയുമായി ബന്ധപ്പെട്ടോ അല്ലെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടോ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ സ്പോൺസർ പറയുന്നു ഫിഫയിൽ നിന്നും ആവശ്യമായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്ന് സ്പോൺസർ പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആയി നമ്മൾ കേട്ടത് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഡിസംബർ മാസത്തിൽ മെസ്സി വരുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 നഗരങ്ങളിൽ കൽക്കത്ത, മുംബൈ, അഹമ്മദാബാദ്, ന്യൂഡൽഹി, അതെല്ലാം കൺഫേംഡ് ആണ്. അവിടെയെല്ലാം മെസ്സി വന്നു അല്ലെങ്കിൽ അർജന്റീനൻ ടീം വരുന്നു എന്നുള്ളത് കൺഫേംഡ് ആയി. പക്ഷെ എന്നിട്ട് ഇവിടെ കേരളം, അപ്പൊ ഇതിനകത്ത് ആരാണ് കുറ്റക്കാര്? ഒന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുറ്റം പറയും, ഒന്നെങ്കിൽ നമ്മൾ ഈ സ്പോൺസറുടെ വീഴ്ച, അദ്ദേഹം ഈ സ്റ്റേഡിയം മുഴുവൻ നവീകരിക്കും അല്ലെങ്കിൽ ഫിഫ പറയുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അനുസരിച്ച് മെസ്സിയെ വേണമെങ്കിൽ മെസ്സിയെ മാത്രം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇപ്പോഴും കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ